കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ആളുകൾക്ക് വേണ്ടി ഉള്ള തെരച്ചിലിന് തിരിച്ചടിയായി അവിടെ അതിശക്തമായ മഴ ഇപ്പോൾ പെയ്യുകയാണ്. ഗംഗാവലി പുഴയിലെ ട്രഡ്ജിംഗ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മഴ ചതിക്കുമോ എന്ന ആശങ്ക അവിടെയുണ്ട്. അലക്സ് റാം മുഹമ്മദ്, നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടർ, ഷിരൂരിൽ നിന്ന് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, മഴ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് കളയുമോ? എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? പറയൂ. അലക്സ് റാം മുഹമ്മദ്, താങ്കൾക്ക് കേൾക്കാമോ? ഗംഗാവലി പുഴയ്ക്കരികിലും അതിനടുത്തും ഷിരൂർ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാര്യമായി മഴ പെയ്യുന്നു എന്ന് നമുക്ക് വാർത്ത ലഭിക്കുന്നു. അപ്പോൾ മഴ ചതിക്കുമോ? എന്താണ് നമ്മുടെ ആശങ്ക? ആശങ്കയ്ക്ക് യാഥാർത്ഥ്യമുണ്ട്. അത് മഴ ഇങ്ങനെ ഇടവിട്ട് തിമിർത്ത് പെയ്യുകയാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയാണ് ഈ ഷിരൂർ മേഖലയിൽ ലഭിക്കുന്നത്. ഗംഗാവാലി പുഴയോരത്തൊക്കെ ലഭിക്കുന്നത് അങ്ങനത്തെ മഴയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ ആരംഭിച്ച മഴയാണ്. അറിയാമല്ലോ എസ് കെ, ഇത് കൊങ്കൺ മേഖലയാണ്. അത് അങ്ങനെ തന്നെ ഇടതൂർന്ന വനമേഖലയുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായി കനത്ത മഴ ഇവിടെ പെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പ് പോലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, അടുത്ത 3 ദിവസം അത്തരത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പുള്ളത്. അങ്ങനെയെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. നേരത്തെ ഈ ഡ്രഡ്ജർ വെസൽ ഒരു അല്പം അതൊന്ന് പ്രവർത്തിപ്പിച്ചിരുന്നു. 2-3 തവണ ആ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പിന്നീട് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ മഴ ഉള്ളപ്പോഴും എസ് കെ എന്റെ മുന്നിൽ 2-3 തവണ ആ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പിന്നീട് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ മഴ ഉള്ളപ്പോഴും എസ് കെ എന്റെ മുന്നിൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ, അദ്ദേഹം ഒരു വള്ളത്തിൽ 2-3 സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം അവിടേക്ക് എത്തി ഈ പോയിന്റുകൾ നിശ്ചയിച്ച് നൽകുകയാണ്. എവിടെയൊക്കെ തിരച്ചിൽ നടത്തണം എന്നുള്ള കാര്യം അദ്ദേഹം നിശ്ചയിച്ച് നൽകുകയാണ്. അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ ഇവിടെ എത്തി അത്തരത്തിൽ നേരത്തെ CP 1, 2, 3, 4 എന്ന 4 പോയിന്റുകൾ, കോണ്ടാക്ട് പോയിന്റുകൾ നേരത്തെ അടയാളപ്പെടുത്തിയതാണ്. അത് ഈ ഐബോ ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ച് അദ്ദേഹം ഈ 2ാം ഘട്ട ദൗത്യത്തിന് ഇവിടെ എത്തുമ്പോൾ ലോഹ സാന്നിധ്യത്തിന്റെ ഭാഗം കൃത്യമായി കണ്ടെത്തി അത് അടയാളപ്പെടുത്തിയതാണ്. ഇന്നലെ ഈ CP 1 പരിശോധന കാര്യമായി നടന്നിരുന്നു. CP 2 3 കാര്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. CP 3 നേരത്തെ ഡൈവിംഗ് വിദഗ്ധർ, മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി അടിത്തട്ടിലേക്ക് മുങ്ങിത്താണുകൊണ്ടുള്ള പരിശോധന അവർ നടത്തിയിരുന്നു. ഇപ്പോൾ CP 4 ഈ ട്രക്കിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന സാന്നിധ്യം, അതിന്റെ സ്ട്രോങ് സിഗ്നൽ ലഭിക്കുന്നത് ഈ കോണ്ടാക്ട് പോയിന്റ് 4 അവിടെ ഏതൊക്കെ മേഖലയിൽ വേണം ഡ്രഡ്ജിങ്, ഏതൊക്കെ മേഖലയിൽ ഈ അടിത്തട്ട് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുകയാണ്. അത് നമുക്ക് മുന്നിൽ ദൃശ്യങ്ങളിൽ അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് എസ് കെ കാണുന്നത്. വള്ളത്തിൽ മറ്റു ചിലർ കൂടിയുണ്ട്. ഇന്നലെ അദ്ദേഹം നേരെ, അതായത് ഗോവയിൽ ഇറങ്ങി അദ്ദേഹം നേരെ ഇവിടേക്കാണ് വന്നത്. ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെ ഇന്ദ്രപാലിന് ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് താൻ സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തന്റെ വരവിന്റെ ഉദ്ദേശം അദ്ദേഹം എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു. കാർവാർ MLA ആണ് ഇന്ദ്രപാലിന്റെ സഹായം വീണ്ടും തേടിയത്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണ് ഇന്ദ്രപാലിന് ഇവിടേക്ക് എത്തിയത്. ആ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം ആ പോയിന്റുകൾ നിശ്ചയിച്ച് നൽകുന്നുണ്ട്. അത് മാത്രമല്ല എസ് കെ, ഇവിടെ നമ്മുടെ ജിതിൻ, അതായത് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഇവിടെയുണ്ട്. സഹോദരി അഞ്ജു ഇന്ന് രാവിലെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജിതിൻ ഇവിടെയുണ്ട്. ജിതിനെയും അഞ്ജുവിനെയും ഇന്നലെ ഡ്രഡ്ജറിലേക്ക് എത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടി, ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടിയൊക്കെ അവർ സ്വീകരിച്ചിരുന്നു. അവരോട് വിശദമാക്കിയിരുന്നു. അപ്പോഴും നമ്മൾ സംശയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ മഴ വരുമ്പോൾ സ്വാഭാവികമായി താൽക്കാലികമായെങ്കിലും ഈ ഡ്രഡ്ജിങ്, ഈ ദൗത്യം നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തേണ്ടി വരുമ്പോൾ അത് ജില്ലാ ഭരണകൂടത്തിനെതിരെ തിരിയരുത് എന്നുള്ളത് അവർക്ക് കൃത്യമായി തന്നെ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസ്യതയിലെടുക്കുന്നതിനുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്ന് നടന്നു എന്നുള്ളതാണ് എസ് കെ. ഇന്നലെ ഒരുപാട് വസ്തുക്കൾ ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാവിലെ നടത്തിയ പരിശോധന ഒരു ഇലക്ട്രിക് ടവർ തന്നെ ഈ പുഴയ്ക്കടിയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. അത് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ സാധിക്കും. അത്ര വലിയൊരു ഭാഗം ഇതിനടിയിലുണ്ട്. അതുപോലെ ഇലക്ട്രിക് വയറുകൾ ഇതിനടിയിലുണ്ട്. ഈ ഒരുപാട് വാഹനങ്ങളുടെ, അത് അർജുന്റെ ട്രക്കിൻ്റെത് മാത്രമല്ല, അർജുന്റെ ട്രക്കിൻ്റെതെന്ന് പറഞ്ഞ് ലഭിച്ചത് കയറും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. മറ്റല്ലാതെ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിനുള്ളിലുണ്ട്. അതെല്ലാം മുങ്ങിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നലെ കാർവാർ MLA പറഞ്ഞത്. അത് എത്ര കണ്ട് സാധ്യമാവുമെന്ന് കാണും. എന്താണെങ്കിലും ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഈ കനത്ത മഴ എസ് കെ. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്, നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടറാണ് ഷിരൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മഴയാണ് പ്രശ്നം, കനത്ത മഴ പെയ്യുകയാണ് ഗംഗാവലി പുഴയ്ക്കരികിലും ഷിരൂരിലും.